എന്തും ഏതും ഗൂഗിളിൽ തിരഞ്ഞ് ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കുന്ന ആളുകളാണ് നമ്മൾ. ചെറിയ സംശയങ്ങൾ മുതൽ വലിയ സങ്കീർണമായ കാര്യങ്ങൾ വരെ ഗൂഗിളിനോട് ചോദിച്ച് നമ്മൾ ഉത്തരം കണ്ടെത്താറുണ്ട്. വലിയ ഗുണങ്ങളുള്ള ഈ സെർച്ച് എഞ്ചിൻ ഉപയോഗിക്കുന്നത് വലിയ ഉത്തരവാദിത്വം കൂടിയാണെന്ന് നമ്മൾ ഓർക്കണം. കാരണം ഗൂഗിളിലെ ചില തിരയലുകൾ നിയമപരമായ നടപടികൾക്ക് വരെ കാരണമായേക്കാം. നിയമങ്ങൾ പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാനും പൊതുസുരക്ഷയെ കരുതിയും സർക്കാരും വിവിധ നിയമനിർവഹണ ഏജൻസികളും ഓൺലൈൻ പ്രവർത്തനങ്ങൾ സജീവമായി തന്നെ നിരീക്ഷിക്കുന്നുണ്ട്. ഭൂരിഭാഗം ആളുകളും നിയമാനുസൃതമായ കാര്യങ്ങൾക്കാണ് ഗൂഗിൾ ഉപയോഗിക്കുന്നത്. എന്നാൽ ഇതിനിടയിൽ തന്നെ നിയമവിരുദ്ധമായ ചില ഗൂഗിൾ സെർച്ചുകൾ ഉണ്ടെന്ന് ചൂണ്ടിക്കാട്ടുകയാണ് വിദഗ്ധർ. തടവ് ശിക്ഷയ്ക്ക് വരെ കാരണമായേക്കാവുന്നവയാണ് ഇത്തരം തിരയലുകൾ. ഗൂഗിളിൽ ഒരിക്കലും സെർച്ച് ചെയ്യരുതെന്ന് സാങ്കേതിക വിദഗ്ധർ പറയുന്ന 4 കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അതിലൊന്നാമത്തേത് ബോംബ് നിർമ്മാണമാണ്. ബോംബ് നിർമ്മിക്കുന്നത് എങ്ങനെയെന്ന് ഗൂഗിളിൽ തിരയുന്നത് മിക്ക രാജ്യങ്ങളിലും ഗുരുതരമായ ക്രിമിനൽ കുറ്റമാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ വിവിധ സുരക്ഷാ ഏജൻസികൾ ഗൂഗിൾ തിരയലുകളും നിരീക്ഷിക്കുന്നുണ്ട്. എങ്ങനെയാണ് ബോംബ് ഉണ്ടാക്കുന്നത് എന്നോ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളോ ചോദിക്കുന്നത് നിമിഷ നേരങ്ങൾക്കുള്ളിൽ തന്നെ ഫ്ലാഗ് ചെയ്യപ്പെടും. ഇതിന് പിന്നാലെ കർശനമായ നിയമ നടപടിയും നിങ്ങൾ നേരിടേണ്ടി വരും. ഇതിൽ രണ്ടാമത്തേത് ചൈൽഡ് പോണോഗ്രഫിയാണ്. ലോകമെമ്പാടും ക്രിമിനൽ നടപടികൾക്ക് കാരണമായേക്കാവുന്ന കുറ്റകൃത്യമാണ് ചൈൽഡ് പോണോഗ്രാഫി. കുട്ടികളെ ചൂഷണം ചെയ്യുന്ന ഏതെങ്കിലും വീഡിയോയോ മെറ്റീരിയലോ തിരയുന്നതും ആക്സസ് ചെയ്യുന്നതും നിയമപരമായി കടുത്ത പ്രത്യാഘാതങ്ങൾക്ക് കാരണമായേക്കാവുന്ന ക്രിമിനൽ കുറ്റമാണ്. പോക്സോ വകുപ്പ് പ്രകാരം കനത്ത പിഴ മുതൽ തടവ് ശിക്ഷ വരെ ലഭിച്ചേക്കാവുന്ന കുറ്റമാണിത്. ഇത്തരം കാര്യങ്ങൾ തിരയുന്നതും പോസ്റ്റ് ചെയ്യപ്പെടുന്നതും ട്രാക്ക് ചെയ്യാൻ നിയമ സംവിധാനങ്ങൾക്ക് സാധിക്കും. അടുത്തത് ഹാക്കിങ്ങുമായി ബന്ധപ്പെട്ട തിരച്ചിലുകളാണ് പണി തരുന്നത്. ഹാക്കിങ്ങുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തിരയുന്നതും കുറ്റകരമാണ്. എങ്ങനെയാണ് ഹാക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ ഹാക്കിങ്ങിന് സഹായിക്കുന്ന സോഫ്റ്റ്വെയർ, മെത്തേഡുകൾ തുടങ്ങിയ കാര്യങ്ങൾ തിരയുന്നത് നിയമ നടപടി വിളിച്ചു വരുത്തും. കാരണം ശരിയായ സർട്ടിഫിക്കേഷനും അനുമതികളും ആവശ്യമായ ഒന്നാണ് എത്തിക്കൽ ഹാക്കിംഗ്. നിയമവിരുദ്ധമായ ഹാക്കിങ്ങിനെ പ്രോത്സാഹിപ്പിക്കുന്ന കണ്ടന്റുകൾ, ഇത്തരം സോഫ്റ്റ്വെയറുകളുടെ ഉപയോഗം തുടങ്ങിയവ സുരക്ഷാ ഏജൻസികളുടെ പരിശോധനയിൽ കണ്ടെത്താനാകും. അത്തരം പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന വ്യക്തികൾ ജയിൽ ശിക്ഷ ഉൾപ്പെടെയുള്ള നിയമ നടപടികൾ നേരിടേണ്ടി വരും. നാലാമതായി പൈറേറ്റഡ് മൂവീസ് തിരയുന്നതാണ് കുറ്റകൃത്യമായി കണക്കാക്കുന്നത്. സിനിമകളുടെ പകർപ്പവകാശ ലംഘനം തടവ് ശിക്ഷ വരെ ലഭിക്കാവുന്ന കുറ്റമാണ്. ഇത്തരം സിനിമകൾ ഡൗൺലോഡ് ചെയ്യുന്നതും കാണുന്നതും അപ്ലോഡ് ചെയ്യുന്നതും കുറ്റകരമാണ്. ഇന്ത്യയിൽ ഉൾപ്പെടെ കർശനമായ നിയമ നടപടികളാണ് സിനിമയുടെ പകർപ്പവകാശം ലംഘിക്കുന്നവരെ കാത്തിരിക്കുന്നത്.